Hello friends, welcome back to my channel. ഇന്ന് ഇതുവരെ കണ്ടതിൽ നിന്നും ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. ഇന്നൊരു അൺബോക്സിങ് വീഡിയോ ആണ്. നിങ്ങൾ തമ്പനയിൽ കണ്ടിട്ടുണ്ടാവും. അതുപോലെ തന്നെയാണ് ഒരു ലാപ്ടോപ്പാണ് അൺബോക്സ് ചെയ്യാൻ പോകുന്നത്. നമ്മുടെ ചാനലിലെ ഫസ്റ്റ് അൺബോക്സിങ് വീഡിയോ ആണ് ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത്. MSI GL 65 Leopard Core i7 10th generation ലാപ്ടോപ്പാണ് നമ്മളിപ്പോൾ അൺബോക്സ് ചെയ്യാൻ പോകുന്നത്. ഫ്ലിപ്കാർട്ടിൽ നിന്നാണ് ഞാനിത് ഓർഡർ ചെയ്തത്. ഓർഡർ ചെയ്ത് ഒരു 4th ഡേ ആയപ്പോൾ തന്നെ നമുക്ക് ലാപ്ടോപ്പ് ഡെലിവറി ചെയ്തിരുന്നു. ഇപ്പം നമ്മൾ ഓപ്പൺ ചെയ്യുന്നത് ഫ്ലിപ്കാർട്ടിൻ്റെ പാക്കിംഗ് ആണ്. അപ്പോൾ അത് ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ അതിനകത്താണ് നമുക്ക് MSIയുടെ പാക്കിംഗ് കാണാൻ പറ്റുന്നത്. ഇപ്പോൾ നമ്മൾ കാണുന്നത് MSIയുടെ ഒരു ബോക്സാണ് അകത്തിരിക്കുന്നത്. ഈ ബോക്സ് നമ്മൾ ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് അതിനകത്തും MSIയുടെ വേറൊരു ബ്ലാക്ക് ബോക്സ് ആണ് കാണുന്നത്. ട്രൂ ഗെയിമിംഗ് എന്ന് എഴുതിയ ഒരു ബോക്സ് ആണ്. അപ്പോൾ അത് നമ്മൾ ഓപ്പൺ ചെയ്യാണ്. അപ്പോൾ നമ്മുടെ തേർഡ് ബോക്സും കൂടെ നമ്മൾ പുറത്തോട്ട് എടുക്കുകയാണ്. ഇവരുടെ പാക്കിംഗ് ഒക്കെ വളരെയധികം പ്രൊട്ടക്ഷനോട് കൂടെ തന്നെയാണ് ചെയ്തിട്ടുള്ളത്. നമ്മളിത് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് കാണാൻ പറ്റും തെർമോകോൾ പോലെയൊക്കെ ഒരുപാട് പ്രൊട്ടക്ഷൻ കൊടുത്തിട്ടുണ്ട് ലാപ്ടോപ്പിൻ്റെ മുകളിലായിട്ട്. പിന്നെ നമ്മളിത് ഓപ്പൺ ചെയ്യുമ്പോൾ ആദ്യം തന്നെ നമുക്ക് ഒരു ഷീറ്റ് പേപ്പർ കിട്ടുന്നുണ്ട്. അതിൽ എഴുതിയിട്ടുള്ളത് അത് ഗെയിമിംഗ് നോട്ട്ബുക്ക് അഷ്വറൻസ് ചെക്കിംഗ് ആണ്. അപ്പോൾ അതിന് എന്തൊക്കെയാണോ നമ്മൾ ചെക്ക് ചെയ്യേണ്ടതെന്നുള്ള കാര്യങ്ങൾ അതിൽ കൊടുത്തിട്ടുണ്ട്. ഒരു യൂസർ മാനുവൽ ഉണ്ട്. അത് സീൽഡ് ആയിട്ടുള്ള പാക്കിംഗ് ആയിട്ടാണ് വരുന്നത്. അതിനകത്ത് 2 ബുക്ക്ലെറ്റ്സ് ആണുള്ളത്. ഒന്ന് ക്വിക്ക് സ്റ്റാർട്ട് ഗൈഡും ഒന്ന് റിക്വയറി ഫംഗ്ഷനുള്ള ഡീറ്റെയിൽസ് എഴുതിയിട്ടുള്ള ഒരു ബുക്ക്ലെറ്റും കൂടിയാണ് വന്നിട്ടുള്ളത്. ഈ ബോക്സിനകത്ത് ചാർജറാണ്. ചാർജർ അത്യാവശ്യം വെയിറ്റ് വരുന്നുണ്ട്. ഇതാണ് നമ്മുടെ ലാപ്ടോപ്പ്. അപ്പോൾ ഈ ലാപ്ടോപ്പ് വളരെ പ്രൊട്ടക്ഷനോട് കൂടി തന്നെയാണ് അവർ പാക്ക് ചെയ്തിട്ടുള്ളത്. ഇതിനകത്ത് ആദ്യം ഒരു പ്ലാസ്റ്റിക് കവറിംഗ് ആണ് വരുന്നത്. അതിനകത്ത് ഒരു ക്ലോത്തിൻ്റെ ഒരു കവറിങ്ങും കൂടെ വരുന്നുണ്ട്. തുറന്നു കഴിഞ്ഞാൽ ഒരു പ്രൊട്ടക്ഷന് വേണ്ടി തന്നെ ഒരു ക്ലോത്തിൻ്റെ ഒരു ഷീറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് നമ്മുടെ ലാപ്ടോപ്പ്. ലൈറ്റ് വെയിറ്റ് ആണ്. പിന്നെ ഇതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം ഇവിടെ കൊടുത്തിട്ടുണ്ട്. 16 GB റാം, 1 TB ഹാർഡ് ഡിസ്കും 256 GB SSDയുമാണ്. വിൻഡോസ് 10 ആണ്. 6 GB ഗ്രാഫിക്സ് കാർഡാണ് വരുന്നത്. NVIDIA GeForce RTX 2060 ആണ്. Intel i7 1010 പ്രോസസ്സറാണ്. ബ്ലാക്ക് കളറാണ്. അപ്രോക്സിമേറ്റ് 2.3 kg ആണ് ഇതിൻ്റെ വെയിറ്റ് വരുന്നത്. 15.6 ഇഞ്ചാണ് ഇതിൻ്റെ സൈസ്. പവർ ബട്ടൺ വരുന്നത് റൈറ്റ് ടോപ്പ് കോർണറിലായിട്ടാണ്. മുകൾ ഭാഗത്തായിട്ട് MSIയുടെ ലോഗോ ഉണ്ട്. ഇനി ഇതിൻ്റെ ബാക്ക് സൈഡ് നോക്കുകയാണെങ്കിൽ ഒരുപാട് ഓപ്പൺ സ്പേസസ് ഉണ്ട്. അതുപോലെ തന്നെ ഇതിൽ 2 ഫാനും 7 ഹീറ്റ് പൈപ്സും ഉണ്ട്. സോ ഇത് ലാപ്പിനെ കൂടുതൽ ഹീറ്റ് ആവാതെ കൺട്രോൾ ചെയ്യും. മൈക്രോഫോൺ, ഹെഡ്ഫോൺ, HDMI, USB, LAN പോർട്സ് എല്ലാം വരുന്നത് ലെഫ്റ്റ് സൈഡിലാണ്. റൈറ്റ് സൈഡിൽ 2 USB പോർട്സും അതുപോലെ തന്നെ മെമ്മറി കാർഡിൻ്റെ ഒരു സ്ലോട്ടും വരുന്നുണ്ട്. ചാർജർ കണക്ട് ചെയ്യുന്നതും റൈറ്റ് സൈഡിലാണ്. ഇനി നമ്മുടെ ഗെയിമിംഗ് ലാപ്ടോപ്പ് ഓൺ ആക്കിയിരിക്കുകയാണ്. സ്വിച്ച് ഓൺ ആക്കി കഴിഞ്ഞാൽ ഇതിൽ കാണുന്ന ഏറ്റവും അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ഈ കീബോർഡിൻ്റെ ഈ ലൈറ്റ് തന്നെയാണ്. അപ്പോൾ RGB ലൈറ്റ്സ് ആണ് ഇതിൽ പ്രൊവൈഡ് ചെയ്യുന്നത്. അത് MSIയുടെ ഒരു പ്രത്യേകത കൂടിയാണ്. MSIയുടെ ലാപ്ടോപ്സിൻ്റെ ഒരു പ്രത്യേകതയാണ്. ഒരു ശരിക്കും പറഞ്ഞാൽ ഒരു നല്ലൊരു അട്രാക്ഷൻ കൂടിയാണ്. അപ്പോൾ നമുക്ക് ഈ ലൈറ്റ്സ് ചേഞ്ച് ചെയ്യാനുള്ള ഒരു ബട്ടണും കൂടെ ഒരു ഓപ്ഷനും കൂടെ ഈ സിസ്റ്റത്തിലുണ്ട്. നമ്മൾ ആദ്യമായിട്ട് ബൂട്ടിങ് ചെയ്യുമ്പോൾ കുറച്ച് ടൈം എടുക്കുന്നുണ്ട്. ഒരുപാട് സമയമൊന്നുമില്ല, കുറച്ച് ടൈം എടുക്കും. അതിനുശേഷം നമ്മൾ എല്ലാ സെറ്റപ്പും ഇതിൽ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഇത് യൂസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. എല്ലാ സെറ്റിങ്സും നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ കഴിയുന്ന ഹോം സ്ക്രീൻ എന്ന് പറയുന്നത് ഇതുപോലെ ആയിരിക്കും. അപ്പോൾ ഇതിലോട്ട് നമ്മൾ ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ MSIയുടെ ഒരു വാൾപേപ്പർ വരുന്ന സ്ക്രീനാണ് നമുക്ക് കാണുന്നത്. നമ്മുടെ ഈ MSI ഗെയിമിംഗ് ലാപ്ടോപ്പ് ഞാൻ ഓർഡർ ചെയ്തത് ഫ്ലിപ്കാർട്ടിൽ നിന്നായിരുന്നു. അപ്പോൾ ഫ്ലിപ്കാർട്ടിൽ എനിക്ക് കിട്ടിയ റേറ്റ് എന്ന് പറയുന്നത് 1,09,990 റുപ്പീസിനാണ്. ഇത് അത്യാവശ്യം നല്ല അഫോർഡബിൾ റേറ്റ് ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. ബാക്കി ആമസോണിൽ നിന്നായാലും ബാക്കി ലോക്കൽ മാർക്കറ്റിൽ നിന്നൊക്കെ ആണെങ്കിലും നമുക്ക് നിയർലി 1,20,000 റുപ്പീസൊക്കെ വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ പ്രോഡക്റ്റ് ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിക്കണം എന്നുണ്ടെങ്കിൽ ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഷെയർ ചെയ്യാം.
അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഷെയർ ചെയ്തത് MSIയുടെ ഈ ഗെയിമിംഗ് ലാപ്ടോപ്പിൻ്റെ ഒരു അൺബോക്സിംഗ് വീഡിയോ ആയിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. അതുപോലെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെൽ ബട്ടൺ കൂടെ ഒന്ന് പ്രസ് ചെയ്യുക. MSIയുടെ ഈ ഗെയിമിംഗ് ലാപ്ടോപ്പിനെ കുറിച്ചുള്ള എന്തെങ്കിലും എൻക്വയറീസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ്. അപ്പോൾ അടുത്തതായിട്ട് ഞാൻ MSIയുടെ റിവ്യൂ വീഡിയോ ആയിട്ട് വരുന്നതാണ്. MSI ഈ ഗെയിമിംഗ് ലാപ്ടോപ്പ് ഞാൻ ഉപയോഗിച്ചതിന് ശേഷമുള്ള റിവ്യൂ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നതാണ്. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അതുവരെ ബൈ, താങ്ക് യു.